ഫ്രോയിഡ് പ്രധാനമായിട്ടും പറഞ്ഞത് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു മഹാനായി മാറാനുള്ള ഒരു ആഗ്രഹം. 2, ലൈംഗിക ചോദന അല്ലെങ്കിൽ അടിസ്ഥാന ജൈവ ചോദനകൾ. 3, മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് ധരിക്കും എന്ന് ഉള്ള ഒരു ചിന്താഗതി. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ പ്രത്യേക രീതികളിലൊക്കെ പ്രവർത്തിക്കുന്നത്, പെരുമാറുന്നത് എന്നാണ് ഫ്രോയിഡ് നിരീക്ഷിച്ചത്. ഫ്രോയിഡിൻ്റെ ശിഷ്യനായിരുന്ന കാൾ ഗസ്റ്റാവ് യൂങ് എന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ ഫ്രോയിഡുമായി തെറ്റിപ്പിരിഞ്ഞ് അനലിറ്റിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ വിശകലനാത്മക മനഃശാസ്ത്രം എന്ന മറ്റൊരു മനഃശാസ്ത്ര ശാഖ വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. ഈ യൂങ് ആണ് ആദ്യമായിട്ട് കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു വാക്ക് പ്രയോഗിച്ച്. നമ്മൾ ഇന്നത്തെ കാലത്ത് സംസാര ഭാഷയിൽ പോലും സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ അപകർഷതാബോധം എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് യൂങ് ആയിരുന്നു. അപ്പോൾ ഫ്രോയിഡിൻ്റെയും യൂങ്ങിൻ്റെയും ഒക്കെ നിരീക്ഷണങ്ങൾ അനുഭവങ്ങളോടുള്ള പ്രതികരണമായിട്ട് എങ്ങനെ മാനസിക പ്രശ്നങ്ങൾ വരുന്നു, ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോടുള്ളൊരു പ്രതികരണമായി എങ്ങനെ വിഷാദം പോലെയുള്ള അവസ്ഥയിലേക്ക് മനുഷ്യർ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഇതിന് സമാന്തരമായിട്ട് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ യൂറോപ്പിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളെ നിരീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ഗവേഷകന്മാർ പ്രവർത്തിച്ചിരുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയനായ ഒരു ഗവേഷകനായിരുന്നു എമിൽ ക്രെപ്ലിൻ. അന്നത്തെ കാലത്ത് നിങ്ങൾ ഓർക്കണം, മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, ബാക്ടീരിയൽ അണുബാധകൾക്ക് പോലും ചികിത്സയൊന്നും കണ്ടുപിടിക്കപ്പെടാത്ത ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളെ ഈ എമിൽ ക്രെപ്ലിൻ നിരീക്ഷിച്ചു. അക്കാലത്ത് ഒരു സൗകര്യം, ചികിത്സകളില്ലാത്തതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയുടെ സ്വാഭാവിക ചരിത്രം അല്ലെങ്കിൽ നാച്ചുറൽ ഹിസ്റ്ററി മനസ്സിലാക്കാൻ ഗവേഷകർക്ക് കഴിഞ്ഞിരുന്നു. കാരണം ചികിത്സയില്ലാത്തതുകൊണ്ട് തന്നെ ഈ രോഗം ഏത് ഘട്ടം വരെ വഷളാവും, വഷളായാൽ ഏത് അവസ്ഥ വരെ ആ ആൾ എത്തിച്ചേരാം, എത്ര വയസ്സിൽ അദ്ദേഹം മരിക്കും, ഇതെല്ലാം നിരീക്ഷിക്കാനുള്ളൊരവസരം കിട്ടിയിരുന്നു. ക്രെപ്ലിൻ ഇങ്ങനെ നോക്കിയപ്പോൾ 2 വ്യത്യസ്ത തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ അദ്ദേഹം കണ്ടു. അതിലൊരു വിഭാഗം ആളുകൾ ഒരു കൗമാരത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ യൗവനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ചില രോഗലക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുന്നു. അകാരണമായ ഭയം, സംശയങ്ങൾ, ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുക, ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുക. കുറച്ച് കഴിയുമ്പോൾ സ്വന്തം പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോയി. അവർ കുളിക്കില്ല, നനയ്ക്കില്ല, പല്ല് തേക്കില്ല, മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കും. സാങ്കല്പിക ലോകത്ത് ഏതോ അശരീരി ശബ്ദത്തിനോടുള്ള മറുപടിയായിട്ട് ഒറ്റയ്ക്കിങ്ങനെ പിറുപിറുത്തുകൊണ്ട് നടന്നു പോകുന്ന ആ വ്യക്തികൾ ഒരു 10-15 വർഷം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഓർമ്മകൾ നശിച്ച് സ്ഥലകാലബോധമൊക്കെ നഷ്ടപ്പെട്ട് ഒരു 10-35 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു മറവി രോഗം ബാധിച്ച വ്യക്തിയെപ്പോലെ ആയിത്തീരുന്നതായിട്ട് എമിൽ ക്രെപ്ലിൻ കണ്ടു. അപ്പോൾ അന്ന് ഇതിനു മുൻപ് തന്നെ അലോയ് അൽസൈമർ എന്ന് പറയുന്ന ഒരു വ്യക്തി മറവി രോഗത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. അൽസൈമേഴ്സ് രോഗം എന്ന് പറയുന്ന 1906 തന്നെ വിശദീകരിക്കപ്പെട്ടിരുന്നു. സാധാരണ ഈ അൽസൈമേഴ്സ് രോഗമൊക്കെ 60 വയസ്സിന് ശേഷമുള്ള ആളുകളിലാണ് വരുന്നത്. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ ഉണ്ട് 30-35 ഇടയ്ക്ക് തന്നെ പല ആളുകൾക്കും മറവി രോഗത്തിന് സമാനമായൊരവസ്ഥ വരുന്നു. ഈ അവസ്ഥയ്ക്ക് എമിൽ ക്രെപ്ലിൻ ഡിമെൻഷ്യ പ്രീകോക്സ് എന്ന് പേരിട്ടു. അതായത് ചെറുപ്രായത്തിൽ വരുന്ന അല്ലെങ്കിൽ യൗവനത്തിൽ വരുന്ന മറവി രോഗം എന്ന അർത്ഥത്തിൽ ഡിമെൻഷ്യ പ്രീകോക്സ് എന്ന് പേരിട്ടു. രണ്ടാമതൊരു വിഭാഗം ആളുകളെ എമിൽ ക്രെപ്ലിൻ നിരീക്ഷിച്ചപ്പോൾ ഇവരുടെ സ്വഭാവത്തിൽ 2 വ്യത്യസ്ത അവസ്ഥകൾ ഉണ്ടാകുന്നു, മാറി മാറി വരുന്നു ഈ 2 അവസ്ഥകൾ എന്ന് ക്രെപ്ലിൻ കണ്ടെത്തി. കുറച്ച് നാൾ ഇവർ വളരെ ഊർജ്ജസ്വലരായിരിക്കും, അമിതമായിട്ട് സംസാരിക്കും, ഒരുപാട് പരിചയമില്ലാത്ത ആളുകളെ ഇടിച്ചു കയറി പരിചയപ്പെട്ടെന്നിരിക്കും, അമിതമായ ലൈംഗിക താല്പര്യം കാണിക്കും, അമിതമായ ഭക്തി കാണിക്കും, പാട്ടുപാടും, ഡാൻസ് കളിക്കും, ചിലപ്പോൾ അക്രമ സ്വഭാവം കാണിക്കും. ഇത്തരത്തിലുള്ളൊരു ഉന്മാദ അവസ്ഥ കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം ഇദ്ദേഹം ഈ ഉന്മാദാവസ്ഥയിൽ നിന്ന് മാറി തീവ്രമായ വിഷാദാവസ്ഥയിലേക്ക് പോകുന്നു. ആരോടും മിണ്ടാതെയാകുന്നു, ഉറങ്ങുന്നില്ല, സങ്കടപ്പെടുന്നു, കരയുന്നു, ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള മട്ടിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു, ജോലിക്ക് പോകുന്നില്ല, ഒരു കാര്യത്തിലും സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്ന് പറയുന്നു, വല്ലാത്ത ക്ഷീണമാണെന്ന് പറയുന്നു, ചിലപ്പോൾ ആത്മഹത്യ പോലും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉന്മാദവും വിഷാദവും മാറി മാറി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ആ അവസ്ഥയ്ക്ക് എമിൽ ക്രെപ്ലിൻ മാനിക് ഡിപ്രസീവ് ഇൽനെസ് അല്ലെങ്കിൽ ഉന്മാദ വിഷാദ രോഗം എന്ന് പേരിട്ടു. അവിടം തൊട്ട് ഇങ്ങോട്ടാണ് ഈ വിഷാദ രോഗം എന്ന അവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച്, അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ ആധുനിക
മനഃശാസ്ത്ര ലോകം കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്.